ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സാവിത്രിയും മാലതിയും കൂടി ഭക്ഷണം ടേബിളിന്റെ അരികിൽ കൊണ്ടുവെക്കുന്നുണ്ട്. കൈമളും രാജലക്ഷ്മി അമ്മയും കൂടി അവിടേക്ക് വരുന്നു. ആഹാ, നല്ല മല്ലിയിലയിട്ട സാമ്പാറിന്റെ മണം. ആ മണം അടിച്ചത് കൊണ്ട് വായ്ക്കകത്ത് കടല് പോലെ വെള്ളം. ഈ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ മൂത്ത മകളാണോ എന്നും കൈമൾ ചോദിക്കുന്നു. അതെ അച്ഛാ എന്ന് മാലതി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു, അവള് കൈപുണ്യമുള്ളവളാണ്, എന്റെ പുന്നാര മോളല്ലേ. ഇത് കേട്ട സാവിത്രി കരയുകയാണ്. അല്ല, നീ എന്തിനാ കരയുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു, അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലമ്മേ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. അവിടേക്ക് കാർത്തികും മൈഥിലിയും വന്നു. എല്ലാവരും നോക്കിയിരിക്കെ അവിടേക്ക് മീനാക്ഷിയും നന്ദിനിയും വന്നു. രണ്ടുപേരും ചേർന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ മീനാക്ഷി വന്നത് അവിടെ ആർക്കും പിടിച്ചിട്ടില്ല. ഇതെന്താ ചെമ്പകമംഗലം വെജിറ്റേറിയൻ ഹോട്ടലോ? ഇത് കേട്ട് ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു, എടി നിന്നോട് ഇവിടെ കയറരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മീനാക്ഷിയോ വിട്ടുകൊടുക്കുന്നോ ഇല്ല. മീനാക്ഷി പറയുന്നു, കയറരുതെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടില്ല. എടി തറുതല പറയുന്നു, ഇറങ്ങിപ്പോടി എന്ന് സാവിത്രി പറഞ്ഞതും എന്ത് കാര്യത്തിനെന്ന് മീനാക്ഷി ചോദിക്കുന്നു. ഞാനേ ആഹാരം കഴിപ്പ് അലമ്പാക്കാൻ ഇറങ്ങിയ കവല ചട്ടമ്പിയൊന്നുമല്ല. സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ. എനിക്കൊന്ന് വിളമ്പിത്ത അമ്മയെന്ന് മീനാക്ഷി പറയുന്നു. എന്റെ കൊച്ചുമകൾ പുലിയാണ്, ഈ മുത്തശ്ശന് ചേരുന്ന കൊച്ചുമകൾ. ഇവളെയും കൊണ്ട് എന്നാണ് ഒരു ഹോട്ടലിൽ പോകാൻ പറ്റുന്നത് എന്നൊക്കെ കൈമൾ വിചാരിക്കുന്നു. എന്നാൽ മാലതി പറയുന്നു, എടി നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ, അമ്മ ആഹാരം കഴിക്കട്ടെ എന്ന്. മീനാക്ഷി പറയുന്നു, അതിന് ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ടില്ലല്ലോ. തന്നെയല്ല, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുത്തശ്ശി ഇഡലി കഴിക്കുന്നുണ്ടല്ലോ, ഒന്ന് വിളമ്പിത്താ. അച്ഛമ്മങ്ങളെ എന്ന് സാവിത്രി വിളിക്കുകയാണ് മീനാക്ഷി. എന്തോന്ന് കൊച്ചുപെങ്ങളോ എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, അച്ഛമ്പങ്ങളെ എന്ന്. എനിക്കുള്ള ഒന്നൊന്നര അച്ഛമ്പങ്ങളല്ലേ. പിന്നെ മാലതിയെ ഇളയമ്മ എന്ന് വിളിച്ചപ്പോൾ എന്താ മോളെ എന്ന് അറിയാതെ വിളിക്കുകയാണ് മാലതിയും. പെട്ടെന്ന് സാവിത്രി ഒന്ന് മൂളുന്നു. ഞാൻ ആരുടെയും ഇളയമ്മയും വല്യമ്മയൊന്നും അല്ലെന്ന് പെട്ടെന്ന് മാലതി പറയുന്നു. മുത്തശ്ശന് BP ഉണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. ഭാര്യയെ പേടി എന്ന് ചോദിച്ചപ്പോൾ കൈമൾ ചിരിക്കുന്നു. മുത്തശ്ശന് എന്നോട് വാത്സല്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ഭാര്യയെ പേടിയാണ്. കൈമൾ മനസ്സിൽ വിചാരിക്കുന്നു, കൊച്ചുമകളെ ഓമനിക്കാനും ലാളിക്കാനും ഏത് മുത്തശ്ശന്മാർക്ക് ആഗ്രഹമില്ലാത്തത്. അതിനൊക്കെ ഒരു ഭാഗ്യം വേണ്ടേ. മീനാക്ഷി പറയുന്നു, ഇവിടുത്തെ പേരക്കുട്ടിയായിട്ട് എന്നെ അംഗീകരിക്കുമൊന്നും വേണ്ട. 2 ഇഡലി തരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഭിക്ഷക്കാർക്ക് വരെ ആഹാരവും ഭക്ഷണവും കൊടുക്കുന്ന വീടാ. ഞാനും ഒരു ഭിക്ഷക്കാരിയാണെന്ന് വിചാരിച്ചാൽ മതി. അമ്മയോട് ഭക്ഷണം കൊടുക്കാൻ കാർത്തിക പറയുന്നു. അത് കേട്ട് സാവിത്രി പറയുന്നുണ്ട്, നിന്റെ മധ്യസ്ഥതയൊന്നും വേണ്ട. പാവങ്ങളെ കണ്ടാൽ ഐസ് പോലെ ഉരുകുന്ന ഒരു മനസ്സിനുടമയാണ് എന്റെ മുത്തശ്ശി. പക്ഷേ എന്റെ വിശപ്പിന് മുന്നിൽ ഈ മനസ്സൊരു കരിങ്കല്ലാണെന്ന് മീനാക്ഷി പറയുന്നു. എന്നെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാതിരിക്കാനാണോ നീ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. ഞാനിത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജലക്ഷ്മി എണ്ണീറ്റ് പോവാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ തന്നെ ഞാനിത് പറയാൻ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ തന്നെ മുത്തശ്ശി 4 ഇഡലി കഴിച്ചു. ഇത് തന്നെ കൂടുതൽ ഷുഗർ ഉള്ളതല്ലേ. മുത്തശ്ശി ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ദേ എന്നോട് മിണ്ടിക്കൊണ്ട് വന്നേക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നും രാജലക്ഷ്മി അമ്മ പറയുന്നു. എന്നോട് മിണ്ടിക്കൊണ്ട് എന്റെ പിന്നാലെ മുത്തശ്ശനും മുത്തശ്ശിയും നടക്കും. ഇപ്പൊ അംഗീകരിക്കണ്ട, ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി തന്നെയാ. എന്നിട്ട് മീനാക്ഷി തന്നെ അതിൽ ചെന്ന് ആ ഇഡലിയൊക്കെ പറക്കിയെടുക്കുന്നു. ഈ വാശിക്ക് ഒരു 4 ഇഡലി കൂടുതൽ എടുത്തേക്കാം, ആരോടെങ്കിലും ദേഷ്യം തീർക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അമ്മയെ ഫുഡ് എടുത്തോണ്ട് വാ, നമുക്ക് ആ ഔട്ടോസിൽ ചെന്നിരുന്ന് സ്വസ്ഥമായി കഴിക്കാം എന്ന് പറഞ്ഞ് ഫുഡുമായി മീനാക്ഷി ഔട്ടോസിലേക്ക് പോകുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് കൈമൾ ചിരിക്കുന്നുണ്ട്. എന്നാൽ ഔട്ടോസിലെത്തിയ മീനാക്ഷി വളരെ വിഷമത്തോടെ നിൽക്കുന്നു. മീനാക്ഷിക്ക് നേരെ ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് നന്ദിനി. നന്ദിനി സ്നേഹത്തോടെ ഭക്ഷണം വാരിത്തരുന്നത് കണ്ടിട്ട് മീനാക്ഷി നന്ദിനി തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, 10-17 വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു വിഷമം, അല്ല സങ്കടം. എനിക്ക് ഈ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. അത്രയുള്ളൂ, അത് സാരമില്ല, ഇനി ഇങ്ങനെ കിടക്കുകയല്ലേ ജീവിതം എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, അമ്മയെ ചതിച്ച് അമ്മയുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ സ്ത്രീയുടെ മകളാണ് ഞാൻ. എന്നിട്ടും അമ്മ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത് എന്തിനാ? നന്ദിനി പറയുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് മനുഷ്യന് കൊടുക്കില്ല, മനുഷ്യൻ അഹങ്കരിക്കും. മാധുരി, എന്നെ ചതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വിധി അതായിരുന്നോ? അല്ലെങ്കിൽ ദൈവം നിന്നെ എന്റെ വയറ്റിൽ ജനിപ്പിക്കില്ലായിരുന്നോ? ഇപ്പോഴും ദൈവത്തോട് എനിക്ക് പരാതിയൊന്നുമില്ല. നിന്നെ ദൈവം എനിക്ക് തന്നില്ലേ? കരഞ്ഞുകൊണ്ട് മീനാക്ഷി ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന്. ACP അമ്മയെന്ന് വിളിക്കുന്നത് വളർത്തമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഞാൻ ഇതെന്റെ പെറ്റ് അമ്മയാണെന്ന് വിശ്വസിച്ച് മരണം വരെ അമ്മയെന്ന് വിളിച്ചോട്ടെ? അത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നുകയാണ് നന്ദിനിക്ക്. മോളെ എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മേ, നാളെ അമ്മ എൻ്റെ കൂടെ ക്ഷേത്രം വരെ ഒന്ന് വരണമെന്ന് മീനാക്ഷി. അതിനെന്താ, നമുക്ക് പോവാലോ. ഇപ്പോ നീ ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് ഭക്ഷണം നന്ദിനി തന്നെ വാരിക്കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും.
അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്ന് രാത്രി അമ്മയുടെ ജീവൻ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ അമ്പലത്തിലുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എന്നെ തിരികെ ACPയും ഇവിടെ വന്നിരുന്നു. അമ്മയ്ക്ക് ബോധം വന്നു എന്ന് ഇളയച്ചൻ വിളിച്ച് പറയുന്നത് വരെ ഞങ്ങൾ ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും മീനാക്ഷി പറയുന്നു. അമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു നേർച്ച നടത്തിയിരുന്നു. അത് കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി നന്ദിനിയും കൂട്ടി പോകുന്നു. അങ്ങനെ അവർ നേർച്ചയാക്കി കഴിപ്പിച്ച് വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി വരികയായിരുന്നു. ആ സമയം ഇന്ദ്രജ അവിടേക്ക് വരുന്നു. ഇന്ദ്രജയെ കണ്ട മീനാക്ഷി വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അത് ശരി, അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. നീ ഇവിളെയും കൂട്ടി അമ്പലത്തിൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ ഇന്ദ്രജ അവരോട് പറയുന്നുണ്ട്. ചെമ്പകമംഗലത്ത് വന്ന് ഒരു ബഹളം വേണ്ടെന്ന് കരുതിയാ ഞാൻ എന്റെ മോളെ തിരക്കി അങ്ങോട്ട് വരാതിരുന്നത്. മോളെ മീനാക്ഷി, വാ പോകാം എന്ന് മീനാക്ഷി വിളിക്കുകയാണ് ഇന്ദ്രജ. എങ്ങോട്ട് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ ഇന്ദ്രജ പറയുന്നു, നീ താമസിക്കേണ്ടത് മാധവ മന്ദിരത്തിലാണ്, അല്ലാതെ ചെമ്പകമംഗലത്തല്ല. ചെമ്പകമംഗലത്തുള്ളവരെല്ലാവരും നിന്റെ ശത്രുക്കളാ. നീ എന്റെ അനുജത്തിയുടെ മകളാണ്. അവൾ മരിച്ചു പോയത് കൊണ്ട് ഇപ്പോൾ എന്റെ മകള്. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇവൾ ഒരു വീട്ടിലേക്കും വരുന്നില്ലെന്ന്. ഇനി മുതൽ മീനാക്ഷി എന്റെ കൂടെയാണ്. അത് കേട്ട് ഇന്ദ്രജ പറയുന്നു, നിന്റെ കൂടെയോ? അതിന് നീ മീനാക്ഷിയും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? ഇവൾ എന്റെ മകളാണ് എന്ന് നന്ദിനി. മകളോ? ഏതു വകയില്? വിത്ത് മുളയ്ക്കാത്ത മരുഭൂമിയാണ് നിന്റെ ഉദരം. നീ അമ്മയെന്നോ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, പരിഹാസം നിർത്ത്. ഇവളുടെ അച്ഛൻ ജയരാമൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ അടുത്താണ്. എന്റെ ജീവൻ പോയാലും ഇവളെ ഞാൻ വിട്ടുതരില്ല. എന്റെ മകളെ കൊണ്ടുപോവാൻ വേണ്ടി നിന്റെ ജീവൻ കളയാൻ പോലും എനിക്ക് മടിയില്ല. എന്റെ ഒറ്റ ഫോൺ കോളിൽ അവസാനിക്കും നിന്റെ ജീവിതം. ചിരിച്ചുകൊണ്ട് നന്ദിനി പറയുന്നു, നിന്റെ വെല്ലുവിളികൾക്കൊക്കെ ഒരു പുതുമയുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ചെലവാവില്ല. എടി, നീ ഇവളെ എത്ര ചേർത്ത് പിടിച്ചാലും നിന്റെ ചിറകിൻ കീഴിൽ നിന്നും ഇവളെ ഞാൻ കൊണ്ടുപോകും. എന്നെങ്കിലും ഞാൻ മരിച്ചു പോയാൽ എന്റെ മീനാക്ഷിയെ ചേച്ചി നോക്കിക്കൊള്ളണമെന്ന് എന്റെ അനിയത്തിയനോട് പറഞ്ഞിട്ടുണ്ട്. മാധുരിക്ക് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിക്കും. മീനാക്ഷി, വരുമെങ്കിൽ നീ കൊണ്ടുപോയിക്കോളൂ, ഞാൻ കാണട്ടെ എന്ന് നന്ദിനി. മീനാക്ഷി, വാ മോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് ഇന്ദ്രജ പറയുന്നു. മീനാക്ഷി പറയുന്നു, അമ്പലത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാള് മുള്ളും മൂർക്കൻ പാമ്പും ഉള്ള യക്ഷിക്കാട്ടിലേക്ക് പോവോ വല്യമ്മേ? മീനാക്ഷി എന്ന് ഇന്ദ്രജ ഉറക്കെ വിളിക്കുന്നു. മീനാക്ഷി പറയുന്നു, ഞാൻ വരുന്നില്ല. നിന്നെ ഞാൻ ചുരുട്ടി എടുത്ത് കാറിൽ ഇട്ടോണ്ട് പോകും എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, അതിന് നീ ഒന്നുകൂടി ജനിക്കണം. നീ നിന്റെ കിങ്കരന്മാരും ഒന്നും പോരാ ഇവളെ കൊണ്ടുപോകാൻ. ഇവളെ എന്റെ മകളാ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ, എന്നാ ഞാനൊന്ന് നോക്കട്ടെ, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ഇന്ദ്രജ. വിടാൻ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഇന്ദ്രജിയോട് പറയുന്നു, തൊട്ടു പോകരുത് എന്റെ ശരീരത്ത്. ബന്ധം കുന്തൊക്കെ ഞാനങ്ങ് മറന്നു കളയും. ഒരു വല്യമ്മ അവതരിച്ചിരിക്കുന്നു. നിങ്ങളുടെ അനിയത്തിയാ ഈ പാവം അമ്മയെ ചതച്ചിരിക്കുന്നത്. എന്റെ അച്ഛന്റെ കുടുംബജീവിതത്തിലേക്ക് കയറി ഇവരുടെ സ്വസ്ഥമായ ജീവിതം തുലച്ചു കളഞ്ഞത് എന്റെ പ്രസവിച്ച നിങ്ങളുടെ അനുജത്തിയായ മാധുരിയാണ്. ഇതൊക്കെ തെറ്റാ. ഇവർ നിന്നെ കള്ളക്കഥ പറഞ്ഞ് കയ്യിലെടുത്തിരിക്കുകയാണെന്ന് ഇന്ദ്രജ പറയുന്നു. ഇതാണ് യഥാർത്ഥ കഥ. ഇതറിയാതെ ഞാനും എന്റെ അമ്മയെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ഇനി മുതൽ ഇതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ ചേർത്ത് പിടിക്കുകയാണ് മീനാക്ഷി. മീനാക്ഷി, ഇനി മുതൽ ഈ വല്യമ്മയാ നിന്റെ അമ്മ എന്ന് ഇന്ദ്രജ പറയുന്നു. എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ഉറങ്ങാനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് മാരകമായ വിഷം എന്റെ കയ്യിലേക്ക് തന്ന മഹാപാപിയാണ് നിങ്ങൾ. ആ വിഷം കഴിച്ച് ഈ അമ്മ മരിക്കും. ഞാൻ നേരെ ജയിലിലേക്കും പോകും. എത്ര മനോഹരമായ ഐഡിയ ഉള്ള സുന്ദരമായ വല്യമ്മ. അല്ല, നിങ്ങൾ മനുഷ്യസ്ത്രീയോ അതോ രാക്ഷസിയോ? വാ അമ്മേ, പോകാം എന്ന് പറഞ്ഞ് നന്ദിനിയും കൂട്ടി മീനാക്ഷി പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മ സാരിയിൽ ഡിസൈൻ ചെയ്യുന്നു. എന്നാൽ അത് ചെയ്യാൻ അത്രയ്ക്ക് ഇങ്ങോട്ട് സാധിക്കുന്നില്ല. വിഷമത്തോടെ ഒക്കെ നിൽക്കുകയാണ്. കൈ വിറയ്ക്കുന്നത് കൊണ്ട് പെയിന്റിങ് ചെയ്യാൻ സാധിക്കുന്നില്ല. നന്ദിനി അത് കാണുന്നു. വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, ഏകാഗ്രത കിട്ടുന്നില്ല, എന്താ ഇത് എന്നൊക്കെ രാജലക്ഷ്മി അമ്മ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയം അവർക്കൊരു ഫോൺ കോൾ വന്നു. മന്ത്രിയുടെ PA ആണല്ലോ, സാരിക്കാണ്. ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റും? നന്ദിനി ഔട്ട് ഹൗസിലുമാണ്. തരാം, കൃത്യസമയത്ത് തരാം. എന്നാ ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ഫോൺ വെച്ചു. ഇതെല്ലാം നന്ദിനി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ സാധിക്കുന്നില്ല. ഇതാ ഇപ്പോൾ അമ്മയുടെ പ്രശ്നം. പെയിന്റിങ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നോട് ചെയ്തു കൊടുക്കാൻ പറയാനും പറ്റുന്നില്ല. നന്ദിനിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നു. ഇതേ സമയം മൈഥിലിയുടെ മുറിയിലേക്ക് വൈശാഖ് വന്നിരിക്കുന്നു. ഒരു മരുന്നും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരത്തിന് ഒരു ഒറ്റമൂലി കിട്ടിയെന്ന് പറഞ്ഞു. ഇതൊരു പച്ചമരുന്നാണ്. ഇത് 1 സ്പൂൺ കഴിച്ചാൽ യാതൊരു ആഫ്റ്റർ എഫക്റ്റും ഇല്ലാതെ അബോഷനാകും എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നീ എവിടെ പോയി ഒപ്പിച്ചു എന്ന്. അതൊക്കെ ഞാൻ ഒപ്പിച്ചു, കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് മൈഥിലിയുടെ കയ്യിൽ വൈശാഖ് അത് ഏൽപ്പിക്കുന്നു. വൈശാഖിന്റെ മുന്നിൽ വെച്ച് തന്നെ മൈഥിലി അത് കുടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ സമയം മൈഥിലി എന്ന് വിളിച്ച് കാർത്തിക് അവിടേക്ക് വരും. പെട്ടെന്ന് വൈശാഖ് അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. മരുന്ന് മൈഥിലി ഒളിപ്പിച്ചു വെച്ചു. ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് കൂടാതെ താഴേക്ക് ഇറങ്ങി അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കടോ എന്ന് കാർത്തിക് പറയുന്നുണ്ട് മൈഥിലിയോട്. മൈഥിലി കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മരുന്ന് കാർത്തിക് കാണുന്നു.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.